റേഡിയോ ആരാ കണ്ടുപിടിച്ചേ? ആ മാർക്കോണി. ആ കാർത്തൂണി പേര് മാറിപ്പോയതാ കൊണ്ടുകൂടി. ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരാൻ കേട്ടോ. അപ്പോൾ കുറേ 6-7 ദിവസമായിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് അനിയൻ്റെ മോനാണ്. അപ്പോൾ കൂടെ വരാനായിട്ടുള്ള ഒരു കപ്പാടൊക്കെയാണ് കേട്ടോ കാണുന്നത്. ഭയങ്കര കരച്ചിലായിരുന്നു കൂടെ വരാനായിട്ട്. പിന്നെ നമ്മൾ പുതിയ സ്റ്റാൻഡിൽ നിന്നാണ് കേട്ടോ ബസ് കയറുന്നത്. അപ്പം പുതിയ സ്റ്റാൻഡിൽ ഇപ്പോൾ നമുക്കറിയാം തീ പിടിച്ചതൊക്കെ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷെ അപ്പോഴേക്ക് നോക്കാനൊന്നും നേരം ഉണ്ടായില്ല. നമ്മൾ ബസ് ഇറങ്ങി വരുമ്പോഴേക്ക് നമുക്കുള്ള കുറ്റ്യാടി ബസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ KSRTC ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അതിലാകുമ്പോൾ പോകാൻ ഒരു സുഖമാണ്. മറ്റേതാകുമ്പോൾ ഭയങ്കര ചൂടൊക്കെ എടുക്കും. KSRTC ആകുമ്പോൾ പിന്നെ അങ്ങനെ അധികം ആളൊന്നും ഉണ്ടാവില്ല. പിന്നെ വെച്ചാൽ വല്ലാണ്ട് എല്ലാ സ്റ്റോപ്പിലൊന്നും അങ്ങനെ നിർത്തൂല്ല. മറ്റേത് നമ്മൾ സാധാ ലിമിറ്റഡ് സ്റ്റോപ്പാണെന്നുണ്ടെങ്കിലും എല്ലാ സ്റ്റോപ്പിലും നിർത്തി കംപ്ലീറ്റ് ആളെയും കയറ്റി പോകുമ്പോൾ തന്നെ പിന്നെ ഗ്ലാസ്സൊക്കെ ഇട്ട് പോകുന്നതിൻ്റെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് കേട്ടോ കത്തിയത്. 2-3 നില കംപ്ലീറ്റ് കത്തിയെന്നാണ് തോന്നുന്നത്. കാരണം കുറേ മെറ്റീരിയൽസും കാര്യങ്ങളും ഞാനൊക്കെ എടുക്കുന്ന മാക്സി മെറ്റീരിയൽസ് അങ്ങനത്തെ ഒക്കെ ഇതിൽ കുറേ ഉണ്ട്. പെരുന്നാളൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഭയങ്കര നഷ്ടമൊക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തിയിട്ടു. അപ്പോൾ വീട്ടിലെത്തലും മഴ പെയ്യലും ഒന്നിച്ചായിരുന്നു. നമ്മളടുത്തുള്ള ആളെ കണ്ടപ്പോൾ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചാണ് കേട്ടോ. അത്രയും ദിവസം ഇല്ലായിരുന്നു നോക്കുള്ള. അപ്പോൾ അതിനൊക്കെ മറുപടി പറഞ്ഞ് ഇങ്ങനെ മെല്ലെ കയറുമ്പോഴേക്ക് തന്നെ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ മഴ ആണെങ്കിൽ കൂടിയിട്ട് നമ്മൾ ബസ് കയറുമ്പോഴായിരുന്നു കേട്ടോ മഴ. കോഴിക്കോട് നിന്ന് കയറുമ്പോൾ പിന്നെ ഇവിടെ എത്തി വീട്ടിലെത്തലും മഴ ചാറലും ഒന്നിച്ചായിരുന്നു. പിന്നെ അപ്പോൾ 6-7 ദിവസമൊക്കെ നിന്ന് വരുമ്പോൾ ഒരു വിഷമം കേട്ടോ. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 2 ദിവസമൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു 3-ാമത്തെ ദിവസം ഇവിടത്തേക്ക് എത്താൻ ഈ ഒരു ടെൻഷനായിരിക്കും. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിതാണ്. പിന്നെ ഇപ്പം ഞാൻ കുറേ ആയി അങ്ങനെ പോകാറുമില്ല. അപ്പോൾ എന്തോ ഒരു ടെൻഷൻ പോലെയാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മാറും. പിന്നെ നമ്മളൊക്കെ അതുമായിട്ട് യൂസ്ഡ് ആയല്ലോ. അതിനോട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അതങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ 6-7 ദിവസം പൂട്ടി കിടന്നതിനോട് തന്നെ എന്തോ ഒരു പിന്നെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത ബ്രേക്കറോ എല്ലാം ഓഫ് ചെയ്തിട്ടാട്ടോ അപ്പോൾ ഇത്. കാരണം ഇടി മഴയൊക്കെ ഉള്ളതിനോട് നമ്മൾ ബ്രേക്കറോ എത്ര ഓഫ് ചെയ്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ ഇൻവെർട്ടറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ സ്വിച്ച് ഇടാൻ പറഞ്ഞപ്പം ഇവന് ഭയങ്കര പേടിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം എനിക്കിങ്ങനെ ചെറിയൊരു നനവേ ഉണ്ടായിരുന്നുള്ളൂ കൈ. പക്ഷേ നല്ലോണം ഷോക്ക് അടിച്ചിട്ട് ഞാൻ മരിച്ചു പോയിരിക്കും എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഇട്ടോളാന്ന് പറഞ്ഞതാണ്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ ചോറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 1:30 ആയിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കാനൊന്നുള്ള നേരമില്ല. അപ്പോൾ ഇത് കുടുംബശ്രീൻ്റെ ചോറാണ് കേട്ടോ. പിന്നെ 2 കൂട്ടം സാമ്പാറും പിന്നെ എന്തെങ്കിലും ഒരു മീനിൻ്റെ കറിയും ഉണ്ടാവും. പിന്നെ 2 ഉപ്പേരി ഉണ്ടാവും. കുഴപ്പമൊന്നുമില്ല, നല്ല ചോറാണ്. അത്ര റേറ്റും കുറവാണ്. ഒരു 30 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ചോറ് വാങ്ങിയിട്ട് 2 ആളൊക്കെ കഴിക്കും കേട്ടോ. അത്രയും മക്കളൊക്കെ കുറച്ചേ ചോറൊക്കെ കഴിക്കുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇപ്പോൾ അടുത്ത പരിപാടിയൊക്കെ കുറേ 6-7 ദിവസം പൂട്ടിയിട്ടതിനോട് കുറേ പരിപാടിയുണ്ട്.